ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം BSc സ്വാഗതം. അപ്പോൾ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ LGS നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. LGS 2024 നടക്കാൻ പോകുന്ന LGS നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സൈലം BSc നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ LGSന് അപേക്ഷിക്കുന്നവരായിരിക്കാം, നേരത്തെ അപേക്ഷിച്ചവർ ഉണ്ടായിരിക്കാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആദ്യ കാര്യം ഇതിന്റെ കാറ്റഗറി നമ്പറാണ്. അപ്പോൾ LGS നോട്ടിഫിക്കേഷൻ വന്നു, ഇതിന്റെ കാറ്റഗറി നമ്പർ അറിഞ്ഞിരിക്കുക 535/2023 ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 535/2023 ആണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് PSC എക്സാം എഴുതുന്നു, ഇതെങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിൽ നമുക്ക് 535/2023 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LGS ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ മീൻസ് ഓൺലൈൻ വഴിയാണ്. PSC കഴിഞ്ഞ എക്സാം ഒക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഓൺലൈൻ വഴി തന്നെയാണ് ഇതിന്റെ അപേക്ഷിക്കാവുന്നത്, ഓൺലൈൻ വഴി തന്നെയാണ്. ഇനി PSC ഇതിൽ എത്രയാണ് വേക്കൻസി എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ 14 ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ് PSC നമുക്ക് തന്നിരിക്കുന്നത്. പ്രതീക്ഷിത ഒഴിവുകൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ജോലി കിട്ടി, നമുക്ക് എത്രയാണ് സാലറി എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ LGS ആവുന്ന ഒരു വ്യക്തിക്ക് 23,000 രൂപ മുതൽ 50,200 വരെയാണ് നമ്മുടെ സാലറി സ്കെയിൽ പോകുന്നത്. 23,000 നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്കെയിൽ പോകുന്നത് 50,200 വരെയാണ്. ഒരു LGS വിദ്യാർത്ഥി കിട്ടുന്ന സാലറിയാണ് അവർ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ സാലറി എത്രയെന്ന് ഓർത്തിരിക്കുക, ഒപ്പം ഏതാണ് നമുക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇതെല്ലാം ഒരു പ്രതീക്ഷിത ഒഴിവുകൾ മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് PSC ഇതിനകത്ത് നിയമന രീതി മറ്റേ ഡിഗ്രി ലെവൽ എക്സാമിനെ പോലെയല്ല. ഇതിനകത്ത് ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഒന്ന്, നമുക്കിതിനകത്ത് പ്രിലിംസ് ഉണ്ടായിരിക്കുന്നതല്ല, മെയിൻസ് തന്നെ എന്നാണ് PSC ഇനി വരുന്ന എക്സാമിന് എന്ത് ചെയ്യുക, മെയിൻസ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്, പ്രിലിംസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒറ്റത്തവണയുള്ള ഒരു എക്സാം ആയിരിക്കും. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് ഒറ്റത്തവണ ഒരു എക്സാം വരികയാണ്. നമുക്ക് LGS മറ്റോ എക്സാമിനെ പോലെയൊന്നും എന്നാ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇനി എന്താണ് പ്രായപരിധി? ഏത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം? ഇതിൽ പ്രായപരിധി 18 മുതൽ 36 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 18 മുതൽ 36 വരെ എന്ന് പറയുന്നത് 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പറഞ്ഞ 535/2023 LGS കാറ്റഗറിയിൽ നമുക്ക് അപേക്ഷിക്കുവാൻ കഴിയും. അപ്പൊ പ്രായപരിധി 18-നും 36 വയസ്സിനും അകത്തായിരിക്കണം. 18 വയസ്സിനും 36 വയസ്സിനും അകത്തുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നുള്ളത്. ഒപ്പം ഈ മറ്റു പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി LGS ലെവൽ എക്സാമിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ത് എന്നാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് അല്ലെ. LGS പോലുള്ള എക്സാമിന് നമുക്ക് 10ാം ക്ലാസ് അല്ല ക്വാളിഫിക്കേഷൻ, 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. 7ാം ക്ലാസ് നിങ്ങൾ പാസ്സായാൽ മതി. ഒപ്പം ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല. നമ്മളെല്ലാം 7ാം ക്ലാസ് പാസ്സായിരിക്കുകയും ഒപ്പം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഡിഗ്രി ലെവല് ബിരുദം നേടുവാൻ പാടുള്ളതല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ 3ാം വർഷമാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ 3ാം വർഷമാണ്, ഡിഗ്രി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയില്ല എങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാം, +2 പാസ്സാവാം. മിനിമം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഒപ്പം നിങ്ങൾ ഡിഗ്രി പാസ്സാവാനും പാടുള്ളതല്ല. ആ പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സാവാൻ പാടുള്ളതല്ല എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. കാര്യം LGS പോലുള്ള ഒരു എക്സാമിന് ഡിഗ്രി പാസ്സാവേണ്ട ആവശ്യമില്ല, 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി എന്നാണ് നമ്മുടെ അവസാന തീയതി? ഇത് അപേക്ഷിക്കേണ്ട, ഇന്ന് നമുക്ക് ഇതാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി 17/1/2024 അടുത്ത വർഷം ജാനുവരി 17 വരെയാണ് നമുക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദയവ് ചെയ്ത് 16 രാത്രി മുതൽ അപേക്ഷിച്ച് തുടങ്ങരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപക്ഷെ സൈറ്റ് ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലൊക്കെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അപേക്ഷിക്കണം. കാരണം അവസാന തീയതി വരെ നമ്മൾ നോക്കി നിൽക്കരുത്, കഴിയുന്നതും അതിനു മുമ്പ് നമ്മൾ അപേക്ഷിക്കണം. പക്ഷെ PSC പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 17/1/2024 ബുധനാഴ്ച 12 മണി വരെയാണ്. 12 മണി വരെ അപേക്ഷിക്കുവാൻ സമയമുണ്ട് എന്ന് പറഞ്ഞ് നീട്ടിപ്പോകരുത്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപേക്ഷിച്ചിരിക്കണം. ഇനി ഇത് അപേക്ഷിക്കേണ്ട മെയിൽ വിലാസം അതിനകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റത്തവണ PSC ഇത് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തവർക്ക് നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷനിൽ ഇതിന്റെ കാറ്റഗറിയും ബാക്കി കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് www.keralapsc.gov.in എന്ന സൈറ്റിൽ കയറി നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അത് ബാക്കി അതെന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് പറയും. അത് മുഖേന നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ 535/2023 എന്നുള്ളത് നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ കാണുന്നതായിരിക്കും. നമുക്ക് അതുവഴി എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/1/2024 ഒന്ന് ഓർത്തിരിക്കുക. ഇനി കഴിഞ്ഞ എക്സാമിനെല്ലാം PSC തന്നിരിക്കുന്ന LGSന്റെ സിലബസ് തന്നെയായിരിക്കണം ഇപ്രാവശ്യത്തെയും LGS സിലബസിൽ നമുക്ക് വരുന്നത്. അപ്പൊ കാരണം 7ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനകത്ത് ഇനിയിപ്പം SCRTC മുഖേനയുള്ള എക്സാംസ് ആയിരിക്കും നമ്മളോട് കൂടുതലും ചോദിക്കുക. അപ്പൊ 7ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമിനെല്ലാം PSC തന്നിരിക്കുന്ന ഒരു സിലബസ് LGS യൂണിവേഴ്സിറ്റി സിലബസ് ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യുക വരാൻ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് LGS അപേക്ഷിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം, അത് എത്ര മാർക്കിനുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് 100 മാർക്കിനായിരിക്കും അല്ലെ ചോദ്യം ഉണ്ടാവുക. 100 മാർക്കിനായിരിക്കും. OMR എക്സാം തന്നെയായിരിക്കും. 100 മാർക്കിനായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ പൊതുവിജ്ഞാനം GK ഭാഗത്ത് നിന്ന് നമുക്ക് 40 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ആനുകാലിക വിഷയങ്ങൾക്ക് നമുക്ക് 20 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ 20 മാർക്കിന് ആനുകാലിക വിഷയങ്ങളും പൊതുമാർക്ക് 40 മാർക്ക്, പൊതുവിജ്ഞാനത്തിൽ നമുക്ക് 40 മാർക്കിനുമാണ് പ്രതീക്ഷിക്കുന്നത്. സയൻസിൽ 10, ഒപ്പം പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞ LGSന് നമുക്ക് പ്രത്യേകം തന്നിട്ടുള്ള സിലബസിൽ ഒന്നാണ് പൊതുജന ആരോഗ്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് എത്ര മാർക്കാണ്? 10 മാർക്ക് തന്നിട്ടുണ്ട്. LGSകാർക്ക് കണക്കിൽ നമുക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. നിരീക്ഷണ പാടവ പരിശോധന മുന്നിൽ നിന്നും പിന്നിലേക്ക് നിൽക്കുമ്പോൾ എത്രാമതാണ് ക്യൂവില്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇതിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതുൾപ്പെടെ നമുക്ക് 20 മാർക്കിനാണ്. LGS നമുക്ക് പ്രധാനമായിട്ടും മലയാളവും ഇംഗ്ലീഷും ഇല്ല എന്നുള്ളതാണ്. 7ാം ക്ലാസ് യോഗ്യത നടത്തുന്ന ഈ LGS എക്സാമിന് മലയാളവും ഇംഗ്ലീഷും ഇല്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ LGS എക്സാമിനെല്ലാം നമുക്ക് മലയാളവും ഇംഗ്ലീഷും എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന 5 കാര്യങ്ങളാണ് PSC നമ്മളോട് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ എന്താണ് പൊതുവിജ്ഞാനം? നമ്മളിത് പൊതുവിജ്ഞാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങള്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങള്, ദേശീയ പ്രസ്ഥാനങ്ങള്, സ്വാതന്ത്ര്യ സമര സേനാനികള്, ഭരണ സംവിധാനങ്ങൾ, ഇവയിൽ നിന്നും നമ്മളോട് 5 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികള്, യുദ്ധങ്ങള്, എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികള്, വിവിധ മേഖലയിലെ പുരോഗതിയും നേട്ടങ്ങളും നമുക്ക് 5 മാർക്കിന് ചോദ്യം വരാം. പിന്നെ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളും കടമകളും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്കും 5 മാർക്കിനാണ് LGS സിലബസിൽ പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകള്, അതിർത്തികള്, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. LGSനെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതിനും PSC നമുക്ക് 5 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ വരുന്നത് കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങള്, നദികള്, കായലുകള്, വിവിധ പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങള്, ഇവയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം ചേർത്ത 10 മാർക്കിനാണ് അല്ലെ. വന്യജീവി സങ്കേതങ്ങള്, ദേശീയോദ്യാനങ്ങള്, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവയെ കുറിച്ചുള്ള ഒരു അറിവ് ഇല്ലേ, നമുക്കതിന് 10 മാർക്കിനാണ് PSC ചോദിക്കുന്നത്.
പിന്നെ 5 മാർക്കിന് വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളും ഒപ്പം നവോത്ഥാന നായകന്മാരും വരുന്നുണ്ട് LGSന്. അതിനാണ് നമുക്ക് 5 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടതിനും PSC നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ്. ഈ പറഞ്ഞതിൽ നിന്നും സബ്ജക്റ്റിൽ നിന്നും നമുക്ക് അവയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങൾക്ക് നമുക്ക് 20 മാർക്കിനും ചോദിക്കും. മൊത്തം ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സയൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ജീവശാസ്ത്രം 5 മാർക്കിനാണ്. അതിൽ നമുക്ക് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ്, ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും, പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള്, വനവിഭവങ്ങള് അല്ലെ, സാമൂഹ്യ വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 5 മാർക്കിന്. അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം ഇവയുമായി ബന്ധപ്പെട്ട അല്ലെ, ആറ്റത്തിന്റെ ഘടന, ഹൈഡ്രജനും ഓക്സിജനെയും നമ്മൾ 7ാം ക്ലാസ്സിനുള്ളിൽ പഠിക്കുന്ന SCRT ടെക്സ്റ്റിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് PSC ഇതിനകത്ത് നമ്മളോട് ചോദിക്കുന്നത്. LGS നമ്മളിത് യൂണിവേഴ്സിറ്റി LGSന്റെ സിലബസ് തന്നെ ആയിരിക്കണം നമുക്ക് LGSന് വരുന്ന സിലബസ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം, ഒരു പക്ഷെ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു പൊതുജന ആരോഗ്യത്തിന് നമുക്ക് 10 മാർക്കാണ്. അതിൽ വരുന്നതാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ഈ കഴിഞ്ഞ കോവിഡ് വൈറസ്, വാനര വസൂരി, എംപോക്സ് അല്ലെ, അതെല്ലാമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം, ജീവിതശൈലി രോഗങ്ങള്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, ഇവയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര 10 മാർക്കിനാണ് LGSന്. നമുക്ക് അതിൽ 10 മാർക്കിനാണ് ഇമ്പോർട്ടന്റ്, ഒരു 10 മാർക്കിൻസിന് ഉള്ളതാണ് പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 20 മാർക്കിന് അല്ലേ, 20 മാർക്കിനാണ് നമുക്ക് ഗണിതം വരുന്നത്. അതില് 7ാം ക്ലാസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗണിതങ്ങളാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ ലസാഗു ഉസാഗു, പിന്നെ വർഗവും മൂലകങ്ങളും, ശരാശരി, ലാഭവും നഷ്ടവും ഇവയുമായി ബന്ധപ്പെട്ട് 10 മാർക്കിനും ഒപ്പം മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, നമ്മൾ പറഞ്ഞില്ലേ സ്ഥാനനിർണയം, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അല്ലെ, അർത്ഥവർത്തായ രീതികൾ, പദങ്ങളുടെ ക്രമീകരണം, സമാന ബന്ധങ്ങള്, തരംതിരിക്കൽ ഇവയുമായി ബന്ധപ്പെട്ട് നമുക്ക് 20 മാർക്കിന് രണ്ടും കൂടി ചേർത്താണ് നമുക്ക് 20 മാർക്കിന് കണക്കിലുണ്ടായിരിക്കും അല്ലെ. നമുക്കിതിൽ പ്രധാനമായിട്ടും മലയാളവും ഇംഗ്ലീഷും തന്നിട്ടില്ല. അപ്പൊ LGS ലെവലിന് ഇംഗ്ലീഷ് ഇതുവരെയും PSC തന്നിട്ടില്ല, മലയാളവും തന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് നമ്മളിതാ ഇവിടെ ഒരു LGS കോഴ്സ് ഇപ്പോ PSC സൈലം PSCയിൽ നമ്മൾ ഇപ്പോഴും റണ്ണിങ് ആണ്. 1499 രൂപയ്ക്കാണ് നമ്മുടെ LGS കോഴ്സ് ഇപ്പോഴും പോകുന്നത്, റണ്ണിങ്ങിലാണ്. ഇനിയിപ്പോ എന്തായിരുന്നാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമ്മൾ വീണ്ടും മിക്കവാറും കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ LGS കോഴ്സിന് നമുക്ക് 1 ഇയറത്തേക്കാണ് 1499. PSC എന്നാണ് എക്സാം ഡേറ്റ് ഇതുവരെയും ആയിട്ടില്ല, എന്ന് വരെ നമുക്ക് PSC എക്സാം ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ നമ്മൾ 1 ഇയർ ചെയ്യുന്നത് 1499 രൂപയ്ക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ഈ ലൈവ് ക്ലാസ്സുകളായിരിക്കും പിന്നീട് അവിടെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഉണ്ടാവുക. കൂടുതൽ നമ്മൾ ലൈവ് ക്ലാസ് ആയിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ആനുകാലിക കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ഒപ്പം മെന്റർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1499 രൂപയാണ് നമ്മുടെ LGS കോഴ്സ് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇനിയിപ്പോ എക്സാം അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു 17-ാം തീയതിയാണ്. അതുവരെയൊന്നും കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് അയക്കുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങളോടൊപ്പം സൈലം PSC കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.